ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സോറി, ഞാൻ കരുതി അവന്തികയുടെ ആൾക്കാരായിരിക്കുമെന്ന്. വാ കേറ്. ഇരിക്കെ. എന്തായാലും ഭാഗ്യായി. ഒരു നിമിഷം വൈകിയായിരുന്നെങ്കില് ഞങ്ങൾക്ക് അടി കിട്ടിയാനെ. ഇത് കൊള്ളാം. ഇങ്ങനെ ഒരാൾ തന്നെ നന്ദേട്ടൻ ചേരേണ്ടത്. നന്ദേട്ടനാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴക്ക് പറയാൻ തന്നെ പ്രയാസ. ഇതാവുമ്പോ ആര് വന്നാലും നേരിടാൻ ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉള്ളത് നല്ലതാ. കളിയാക്കിയതൊക്കെ മതി. പെണ്ണുങ്ങളൊന്നും പണ്ടത്തെ പോലെ അല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത്യാവശ്യം വന്നാ ഏത് ശത്രുവിനെ നേരിടാനുള്ള ധൈര്യം അവർക്കുണ്ടാവും. അതിനുള്ള ആയുധങ്ങളൊക്കെ അവർ പലപ്പോഴും കരുതി വെക്കും, പ്രത്യേകിച്ച് ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ. അവന്തിക എന്തായാലും വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. നന്ദേട്ടന് അവൾ എന്തായാലും ഒന്നും ചെയ്യില്ല. പകരം എന്നെ തീർക്കാനായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടി മുൻകൂട്ടി കണ്ടോണ്ടാ അച്ഛൻ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേഗം പെട്ടിയും കിടക്കെ എല്ലായിടത്തും തയ്യാറായിക്കോ. നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോവാം. എന്തിനാ നിങ്ങൾ എന്നെ പേടിക്കുന്നേ? എന്നെ ആരും ഒന്നും ചെയ്യില്ല. അഥവാ ആരെങ്കിലും വന്നവരിൽ ഒരാളെങ്കിലും തീർത്തിട്ട് മാത്രമേ എന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷേ എന്തിനാ അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നേ? നാളെ ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ. അതിനിടയ്ക്ക് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവാൻ പാടില്ല. ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അച്ഛന് മാത്രമല്ല ഞങ്ങൾക്കും തോന്നി. അതുകൊണ്ട് ഇന്നു മുതൽ സന്ധ്യച്ച് നെല്ലിശ്ശേരി താമസിച്ചാൽ മതി. അത് വേണ്ട. കല്യാണം കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നത്. അതും സന്ധ്യച്ചയുടെ വീട് തന്നെയല്ലേ? അവിടുന്ന് രണ്ടുപേരും കൂടി കല്യാണത്തിന് പോയാലും ഒരു കുഴപ്പമില്ല. അതുമാത്രല്ല, പണ്ട് രണ്ടുപേരും കൂടി താലി കെട്ടാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയപ്പോ അറിയാലോ. അതുപോലെയൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല. ഒരു പോറല് പോലും ഏൽക്കാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം.